കൈകൊണ്ട് സൗജന്യങ്ങൾ വാരിത്തരുമ്പോൾ മറു കൈകൊണ്ട് നികുതിയായി അത് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ സർക്കാർ തിരിച്ചു പിടിക്കുമോ? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് മുന്നിലാണ്. വമ്പൻ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം കഴിഞ്ഞ് കടുത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിലേക്ക് കേരളം കണ്ണു തുറക്കുമ്പോൾ ഈ ആശങ്ക ശക്തമാവുകയാണ്. ഒരു വശത്ത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, കോളേജ് പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ, കുടിശ്ശിക തീർക്കാനുള്ള DA എന്നിങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. മറുവശത്തോ കേന്ദ്ര ഫണ്ടിലുണ്ടായ 20,500 കോടി രൂപയുടെ ഭീമമായ വരുമാന നഷ്ടം മൂലം ശൂന്യമായ ഒരു ഖജനാവും. ഈ രണ്ടറ്റങ്ങൾ തമ്മിൽ എങ്ങനെ കൂട്ടിച്ചേർക്കും? നമ്മൾ കാത്തിരിക്കുന്ന ആ 5 പ്രധാന ചോദ്യങ്ങൾക്കുള്ള മറുപടി വെറും രാഷ്ട്രീയ വാചക കസർത്തുകളിലല്ല, മറിച്ച് ഔദ്യോഗിക കണക്കുകളിലുണ്ട്. അതിലും പ്രധാനമായി ഈ പദ്ധതികൾക്കെല്ലാം വേണ്ട ലക്ഷക്കണക്കിന് കോടി രൂപ സർക്കാർ എങ്ങനെ കണ്ടെത്തും? അത് പ്രായോഗികമായി സാധ്യമാണോ? എന്തൊക്കെയാണ് സർക്കാരിന് മുന്നിലുള്ള യഥാർത്ഥ സാധ്യതകൾ? വാഗ്ദാനങ്ങൾ പാലിക്കാൻ പണം കണ്ടെത്താൻ സാധാരണക്കാരന്റെ മേൽ പുതിയ നികുതി ഭാരങ്ങളോ സെസ്സുകളോ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരാകുമോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും? കണക്കുകൾ നിരത്തി പരിശോധിക്കുകയാണ് മൈഫിൻ ബിസിനസ് എക്സ്പ്ലെയിനർ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു അടിസ്ഥാന നിയമമുണ്ട്. ഒരു സർക്കാരിനും ഒന്നിനും സബ്സിഡി നൽകാൻ കഴിയില്ല. ജനങ്ങളിൽ നിന്ന് നികുതിയായി പിരിച്ചെടുക്കുന്ന പണം മാത്രമേ അവർക്ക് തിരിച്ചു നൽകാൻ സാധിക്കൂ. കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതും അതാണോ? നമുക്കാദ്യം ജനങ്ങൾ ചോദിക്കുന്ന ആ 5 ചോദ്യങ്ങളിലെ സാമ്പത്തിക ഭാരം എത്രയെന്ന് നോക്കാം. ചോദ്യം 1, 1000 രൂപ ധനസഹായം നടക്കുമോ? കേരളത്തിലെ 5 ലക്ഷത്തോളം വരുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകാൻ പ്രതിവർഷം 600 കോടി രൂപ അധികമായി വേണം. ചോദ്യം നമ്പർ 2, KSRTCയുടെ സൗജന്യ യാത്രയ്ക്ക് പണം എവിടെ? ജൂൺ 15 തുടങ്ങിയ ഈ പദ്ധതി എല്ലാ സർവീസുകളിലും നടപ്പാക്കിയാൽ പ്രതിവർഷം 660 മുതൽ 672 കോടി രൂപ വരെ KSRTCക്ക് സബ്സിഡി നൽകാൻ ബജറ്റിൽ തുക മാറ്റിവെക്കേണ്ടി വരും. ദിവസേന 5 കോടി രൂപയുടെ ബാധ്യതയാണിത്. ചോദ്യം നമ്പർ 3, 1 ലക്ഷം കോടിയുടെ DA കുടിശ്ശിക തീർക്കുമോ? സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക തീർക്കാൻ വലിയ തുക വേണം. ഫിനാൻഷ്യൽ വൈറ്റ് പേപ്പർ പറയുന്ന കർശനമായ സാമ്പത്തിക അച്ചടക്കമുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ഭാഗികമായ പ്രഖ്യാപനങ്ങൾ മാത്രമേ സാധ്യമാകൂ. 4ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങൾ കർഷകരും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റബ്ബറിന് 250 രൂപ തറവിലയും വന്യജീവി ആക്രമണത്തിന് 100 കോടിയും ഉറപ്പാക്കുന്നതിനൊപ്പം കോടികൾ ചെലവ് വരുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസനവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോവാൻ പണം കണ്ടെത്തണം. ലക്ഷക്കണക്കിന് കോടിയുടെ ബാധ്യതയുള്ള ഖജനാവിലേക്ക് മേൽപ്പറഞ്ഞ തുക പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ PD സതീശൻ സർക്കാരിന് മുന്നിൽ എളുപ്പവഴികൾ കുറവാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന 14,138 കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും നിന്നുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സംസ്ഥാനത്തിന് സ്വന്തം നിലയിൽ വരുമാനം കൂട്ടിയേ തീരൂ. അത് ചെന്നെത്തുന്നത് ജനങ്ങളുടെ മേലുള്ള പുതിയ നികുതികളിലായിരിക്കും. ഈ വമ്പൻ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ പണം കണ്ടെത്താൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാമ്പത്തിക വഴികൾ ഇനി പറയുന്നവയാണ്. 1, ഭൂമി രജിസ്ട്രേഷൻ ഫീസ്, ന്യായവില എന്നിവയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി വരുമാനം കൂട്ടാൻ സർക്കാർ നിർബന്ധിതരാകും. സ്വന്തമായി ഒരു വീടോ സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ ബാധിക്കുന്ന തരത്തിൽ ന്യായവിലയിൽ വലിയ വർധനവ് തന്നെ ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 2, പെട്രോൾ ഡീസൽ സെസ് അല്ലെങ്കിൽ അധിക നികുതിയാണ്. KSRTCയിലെ വലിയ സാമ്പത്തിക നഷ്ടവും സൗജന്യ യാത്രയും ഒരേ സമയം മാനേജ് ചെയ്യാൻ ഇന്ധനവിലയിൽ പുതിയ സെസ്സുകൾ വരാൻ സാധ്യതയുണ്ട്. അത് വിലക്കയറ്റത്തിന് നേരിട്ട് കാരണമാവും. 3, വാഹന നികുതിയും കെട്ടിട നികുതിയും.
പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അടയ്ക്കേണ്ട നികുതി നിരക്കുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള കെട്ടിട നികുതികളിലും ഘടനാപരമായ മാറ്റങ്ങൾ ഈ ബജറ്റിൽ വന്നേക്കാം. നാലാമതായി, സ്വന്തം നികുതി വരുമാനം കുത്തനെ കൂട്ടുക എന്നതാണ്. കേരളത്തിന് ലോട്ടറിയും മദ്യവും മാത്രമല്ല പ്രധാന വരുമാന മാർഗം. GST പിരിവിലെ ചോർച്ച പൂർണ്ണമായി അടയ്ക്കുക എന്നതാണ് ഇതിനുള്ള വഴി. ഇത്തരത്തിൽ വരുമാനം കൂട്ടാനും സർക്കാർ നിർബന്ധിതരാകും. അഞ്ചാമതായി, വികസന ചെലവുകൾ വെട്ടിക്കുറയ്ക്കലായിരിക്കും. ബജറ്റിന്റെ ആകെ വലിപ്പം 2,40,000 കോടിയാണെങ്കിൽ അതിൽ വികസനത്തിനായുള്ള പ്ലാൻ വിഹിതം ഇപ്പോൾ തന്നെ 17.55% കുറഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ പുതിയ പാലങ്ങളും റോഡുകളും നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ഇനിയും വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അതായത് ഇന്നത്തെ സൗജന്യങ്ങൾക്ക് വേണ്ടി നാളത്തെ വികസനം മാറ്റിവെക്കുക എന്ന രീതി ഇവിടെയും പ്രയോഗിക്കേണ്ടി വരും. ആറാമതായി, കിഫ്ബിയെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പുനഃക്രമീകരിക്കലാണ്. നേരിട്ട് കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കിഫ്ബി വഴിയുള്ള ഓഫ് ബജറ്റ് കടമെടുപ്പുകൾക്ക് പുതിയ സർക്കാർ പുതിയ നിയന്ത്രണങ്ങളോ പുതിയ രൂപരേഖയോ കൊണ്ടുവരാം. ഒപ്പം KFC പോലുള്ള സ്ഥാപനങ്ങൾ വഴി പുതിയ വായ്പാ സ്കീമുകൾ വിപണിയിലിറക്കി മൂലധനം സമാഹരിക്കും. ഉദാഹരണത്തിന് മുതിർന്ന സംരംഭകർക്കായി ബജറ്റിൽ കൊണ്ടുവരുന്ന പുതിയ സ്കീമുകൾ ഇതിന്റെ ഭാഗമാണ്. ഏഴാമത്തേത്, ടാർഗറ്റഡ് വെൽഫെയർ അഥവാ അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ. എല്ലാവർക്കും സൗജന്യങ്ങൾ കൊടുക്കുന്നതിന് പകരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തുക. ഉദാഹരണത്തിന് ലിംഗസമത്വ ബജറ്റിങ്ങിനായി മാറ്റിവെച്ചിരിക്കുന്ന 5,587 കോടി രൂപയും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള 3,820 കോടി രൂപയും കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ച് ഏറ്റവും അർഹരായവരിലേക്ക് മാത്രം എത്തിക്കുക വഴി ചോർച്ച ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം, ഇത് സാധ്യമാണോ? സംസ്ഥാനത്തിന്റെ ധനക്കമ്മി GSDPയുടെ 3.40% നിർത്തിക്കൊണ്ട് ഈ വമ്പൻ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്നത് സാമ്പത്തിക ശാസ്ത്രപരമായി ഒരു നൂൽപ്പാലത്തിലൂടെ കടക്കുന്നതിന് തുല്യമാണ്. പണം കണ്ടെത്താൻ സർക്കാർ പുതിയ നികുതി ഭാരങ്ങളോ സെസ്സുകളോ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൗജന്യങ്ങൾ ഒരു കൈകൊണ്ട് തരുമ്പോൾ മറു കൈകൊണ്ട് നികുതിയായി അത് തിരിച്ചു പിടിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെയുണ്ടാകും. മുൻ സർക്കാരിന്റെ തെറ്റായ കണക്കുകളെ വൈറ്റ് പേപ്പറിലൂടെ തിരുത്തി സുതാര്യതയോടെ മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. പക്ഷേ ഈ 20,500 കോടിയുടെ വലിയ നഷ്ടം നികത്തിക്കൊണ്ട് ജൂൺ 19 പ്രഖ്യാപിക്കുന്ന ബജറ്റ് കേരളത്തെ രക്ഷിക്കുമോ അതോ കൂടുതൽ കടക്കണിയിലേക്കാക്കുമോ? നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.